ഹലോ, എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം. LP-UPയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവരും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാത്തവരും പോയിട്ട് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1. പ്രാരംഭഘട്ടത്തിൽ ശിശുവിൻ്റെ പേശി പ്രവർത്തനത്തിൽ കാണപ്പെടുന്ന സവിശേഷത. ഓപ്ഷൻസ്: സ്ഥൂല പ്രതികരണം, സൂക്ഷ്മ പ്രതികരണം, സമ്മിശ്ര പ്രതികരണം. ഇതൊന്നും അല്ല. പ്രാരംഭഘട്ടത്തിൽ ശിശുവിൻ്റെ പേശി പ്രവർത്തനത്തിൽ കാണപ്പെടുന്ന സവിശേഷത. ആൻസർ ഓപ്ഷൻ എ, സ്ഥൂല പ്രതികരണം. 2. പുനരവലോകന സമയം ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന രീതി. ഓപ്ഷൻസ്: നിയോഗ രീതി, ഗവേഷണ രീതി, പരീക്ഷണ രീതി, പ്രസംഗ രീതി. പുനരവലോകന സമയം ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന രീതി. ആൻസർ ഓപ്ഷൻ ഡി, പ്രസംഗ രീതി. 3. ആനന്ദപ്രാപ്തിക്കായി ഒരു വ്യക്തിയിൽ ഇത് തിരഞ്ഞെടുക്കുന്ന വസ്തുക്കളെയോ പ്രവർത്തനങ്ങളെയോ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻസ്: ലിബി ട്രിപ്സ്, ലിക്സിഡുകൾ, കാറ്റി ട്രിപ്സ്, കാറ്റക്സിഡുകൾ. ആനന്ദപ്രാപ്തിക്കായി ഒരു വ്യക്തിയിൽ ഇത് തിരഞ്ഞെടുക്കുന്ന വസ്തുക്കളെയോ പ്രവർത്തനങ്ങളെയോ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി, കാറ്റക്സിഡുകൾ. 4. ക്ലാസിക്കൽ അനുബന്ധനം എന്ന പഠന സിദ്ധാന്തം ആരുടേത്? ഓപ്ഷൻസ്: എ, പാവ്ലോവ്, ബി, തോണ്ടേക്ക്, സി, കോഹ്ലർ, ഡി, സ്കിന്നർ. ക്ലാസിക്കൽ അനുബന്ധനം എന്ന പഠന സിദ്ധാന്തം. ആൻസർ ഓപ്ഷൻ എ, പാവ്ലോവ്. 5. സംബന്ധവാദം എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഓപ്ഷൻസ്: എ, പെസ്റ്റലോസി, ബി, കോഹ്ലർ, സി, സ്കിന്നർ, ഡി, തോണ്ടേക്ക്. സംബന്ധവാദം എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ആൻസർ ഓപ്ഷൻ ഡി, തോണ്ടേക്ക്. 6. തുടർ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. തുടർ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഏത്? ഓപ്ഷൻസ്: ഔപചാരികം, അനൗപചാരികം, യാദൃശ്ചികം. ഇതൊന്നും അല്ല. തുടർ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി, അനൗപചാരികം. 7. പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: എ, തുല്യത ഉറപ്പുവരുത്തൽ, ഓപ്ഷൻ ബി, പ്രാപ്യത ഉറപ്പാക്കൽ, സി, ചെലവ് ചുരുക്കൽ, ഡി, വൈദഗ്ധ്യം കൈവരിക്കൽ. പുതിയ നയത്തിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി, ചെലവ് ചുരുക്കൽ. 8. വ്യവഹാരം അഭിലഷണീയമായതോ അല്ലാത്തതോ ആയാലും പ്രാഥമികമായി ഇത്. ഓപ്ഷൻസ്: അനുകൂലനമാണ്, പഠനമാണ്, പരിപക്വനമാണ്, സംഘർഷമാണ്. വ്യവഹാരം അഭിലഷണീയമായതോ അല്ലാത്തതോ ആയാലും പ്രാഥമികമായി ഇത്. ആൻസർ ഓപ്ഷൻ ബി, പഠനമാണ്. 9. വിദ്യാഭ്യാസം അന്തരാത്മാവിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് കരുതിയത്. ഓപ്ഷൻസ്: മോണ്ടിസോറി, ഫ്രോബെൽ, ഗാന്ധിജി, ടാഗോർ. വിദ്യാഭ്യാസം അന്തരാത്മാവിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് കരുതിയത്. ആൻസർ ഓപ്ഷൻ ബി, ഫ്രോബെൽ. 10. പ്രതിഭാശാലികളെ തിരിച്ചറിയാനുള്ള പ്രാഥമികമായ വഴി. ഓപ്ഷൻസ്: എ, മൗലികത, ബി, അക്ഷരസ്ഫുടത, സി, ബൗദ്ധിക മേൽക്കോയ്മ, ഡി, അഭിപ്രേരണ. പ്രതിഭാശാലികളെ തിരിച്ചറിയാനുള്ള പ്രാഥമികമായ വഴി. ആൻസർ ഓപ്ഷൻ സി, ബൗദ്ധിക മേൽക്കോയ്മ. 11. പഠനം എന്നത് പെർസെപ്ഷനിൽ ഉണ്ടാകുന്ന മാറ്റം മൂലമാണ്. ഇതുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം. ഓപ്ഷൻസ്: ടോൾമാൻ്റെ സിദ്ധാന്തം, ലെവിൻ്റെ സിദ്ധാന്തം, ഹൾ ആവിഷ്കരിച്ച സിദ്ധാന്തം, സ്കിന്നറുടെ സിദ്ധാന്തം. ആൻസർ ഓപ്ഷൻ ബി, ലെവിൻ്റെ സിദ്ധാന്തമാണ്. പഠനം എന്നത് പെർസെപ്ഷനിൽ ഉണ്ടാകുന്ന മാറ്റം മൂലമാണ്. 12. സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ തൊഴിൽവൽക്കരണം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ശുപാർശ ചെയ്തത്. ഓപ്ഷൻസ്: എ, യശ്പാൽ കമ്മിറ്റി, ബി, കോത്താരി കമ്മീഷൻ, സി, ആദിശേഷയ്യ കമ്മിറ്റി, ഡി, മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ തൊഴിൽവൽക്കരണം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ശുപാർശ ചെയ്തത്. ആൻസർ ഓപ്ഷൻ ബി, കോത്താരി കമ്മീഷൻ. 13. മനസ്സിൻ്റെ വളർച്ച ആരുടെ കൃതിയാണ്?
ഓപ്ഷൻസ് എ കോഹ്ലർ, ബി വെർത്തീമർ, സി ഹൾ, ഡി കോഫ്ക. മനസ്സിൻ്റെ വളർച്ച. ആൻസർ ഓപ്ഷൻ ഡി കോഫ്ക. 14. പഠനത്തിന് അനുകൂലമായ ഹൃദ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അധ്യാപകൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം. ഓപ്ഷൻസ് അനുബന്ധമുണ്ടാക്കാൻ, അഭിപ്രേരണയുണ്ടാക്കാൻ, പ്രബലനമുണ്ടാക്കാൻ. ഇവയൊന്നും അല്ല. പഠനത്തിന് അനുകൂലമായ ഹൃദ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അധ്യാപകൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം. ആൻസർ ഓപ്ഷൻ ബി അഭിപ്രേരണയുണ്ടാക്കാൻ. 15. ബുദ്ധമത വിദ്യാഭ്യാസത്തിൽ ഉപസംവദ എന്ന ചടങ്ങ് ഏത് പ്രായത്തിലാണ് നടക്കുന്നത്? ഓപ്ഷൻസ് എ 20 വയസ്സ്, ബി 10 വയസ്സ്, സി 7 വയസ്സ്, ഡി 5 വയസ്സ്. ബുദ്ധമത വിദ്യാഭ്യാസത്തിൽ ഉപസംവദ എന്ന ചടങ്ങ് നടക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ 20 വയസ്സ്. 16. പല കുട്ടികളും അഭിമുഖീകരിക്കുന്ന പൊതു പ്രശ്നങ്ങൾ കണ്ടെത്തി ഒരു പ്രത്യേക വ്യക്തിയുടെ പ്രശ്നമായി അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന നിർദ്ദേശനം. ഓപ്ഷൻസ് എ കേസ് കോൺഫറൻസ്, ബി നൈദാനിക സമീപനം, സി പ്രശ്നപേടകം, ഡി ഇവയെല്ലാം. പല കുട്ടികളും അഭിമുഖീകരിക്കുന്ന പൊതു പ്രശ്നങ്ങൾ കണ്ടെത്തി ഒരു പ്രത്യേക വ്യക്തിയുടെ പ്രശ്നമായി അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന നിർദ്ദേശം. ആൻസർ ഓപ്ഷൻ എ കേസ് കോൺഫറൻസ്. 17. കളിക്കളത്തിൽ കണക്ക് പഠിക്കാനും യാത്ര ചെയ്ത് ഭൂമിശാസ്ത്രം പഠിക്കാനും സ്കൂൾ പാർലമെൻറ്റുകൾ വഴി പൗരധർമ്മം പഠിക്കാനും സ്വതന്ത്ര ഭാഷണം ചെയ്ത് കുട്ടികൾ ഭാഷയും സാഹിത്യവും പഠിക്കാനും വേണ്ടി വാദിച്ചത്. ഓപ്ഷൻസ് എ ആദർശവാദം, ബി പ്രായോഗികവാദം, സി പ്രകൃതിവാദം, ഡി യഥാർത്ഥവാദം. കളിക്കളത്തിൽ കണക്ക് പഠിക്കാനും യാത്ര ചെയ്ത് ഭൂമിശാസ്ത്രം പഠിക്കാനും സ്കൂൾ പാർലമെൻറ്റുകൾ വഴി പൗരധർമ്മം പഠിക്കാനും സ്വതന്ത്ര ഭാഷണം ചെയ്ത് കുട്ടികൾ ഭാഷയും സാഹിത്യവും പഠിക്കാനും വേണ്ടി വാദിച്ചത്. ആൻസർ ഓപ്ഷൻ സി പ്രകൃതിവാദം. 18. 10 വിലക്കുകൾ എന്ന വിദ്യാഭ്യാസവും ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻസ് എ ബുദ്ധമത വിദ്യാഭ്യാസം, സി വൈദിക വിദ്യാഭ്യാസം, സി ദ്രാവിഡ വിദ്യാഭ്യാസം, ഡി ഇസ്ലാമിക വിദ്യാഭ്യാസം. ആൻസർ ഓപ്ഷൻ എ ബുദ്ധമത വിദ്യാഭ്യാസം. 19. ദൈവം ഭാരതീയൻ്റെ മുമ്പിൽ അവതരിക്കുകയാണെങ്കിൽ അത് അപ്പക്കഷ്ണത്തിൻ്റെ രൂപത്തിലായിരിക്കണം. ഇങ്ങനെ പറഞ്ഞത് ആര്? ഓപ്ഷൻസ് ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, അരബിന്ദ ഘോഷ്, ഗാന്ധിജി. ദൈവം ഭാരതീയൻ്റെ മുമ്പിൽ അവതരിക്കുകയാണെങ്കിൽ അത് അപ്പക്കഷ്ണത്തിൻ്റെ രൂപത്തിലായിരിക്കണം എന്ന് പറഞ്ഞത്. ആൻസർ ഓപ്ഷൻ ഡി ഗാന്ധിജി. 20. യോഗദർശനത്തിലെ 8 മാർഗങ്ങളിൽ യമം എന്നാൽ? ഓപ്ഷൻസ് ഏകാഗ്രത പാലിക്കുക, സംയമനം പാലിക്കുക, ശ്വാസത്തെ നിയന്ത്രിക്കുക, ശിഥില ചിന്തകളെ പിൻവലിക്കുക. ആൻസർ ഓപ്ഷൻ ബി സംയമനം പാലിക്കുക എന്നതാണ് യോഗദർശനത്തിലെ 8 മാർഗങ്ങളിൽ യമം എന്നാൽ. 21. മാന്യന്മാർക്കുള്ള വിദ്യാഭ്യാസത്തെപ്പറ്റി മാത്രം ചിന്തിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻസ് സ്പെൻസർ, ഹൾ, ജോൺ ലോക്ക്, കൊമീനിയസ്. മാന്യന്മാർക്കുള്ള വിദ്യാഭ്യാസത്തെപ്പറ്റി മാത്രം ചിന്തിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ ഓപ്ഷൻ സി ജോൺ ലോക്ക്. 22. മൈക്രോ ടീച്ചിങ് പ്രയോഗത്തിൽ വരുത്തിയത് ആര്? ഓപ്ഷൻസ് H. മൈക്രോ, റൈറ്റ് W. അലൻ, ബെഞ്ചമിൻ ബ്ലൂം, അലൻ S. ക്ലാർക്ക്. ആൻസർ ഓപ്ഷൻ ബി റൈറ്റ് W. അലനാണ് മൈക്രോ ടീച്ചിങ് പ്രയോഗത്തിൽ വരുത്തിയത്. 23. ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ എന്ന ഗ്രന്ഥം രചിച്ചത്? ഓപ്ഷൻസ് എ ഡോക്ടർ S. രാധാകൃഷ്ണൻ, ബി ഡോക്ടർ V. ഗിരി, സി ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡി തായാട്ടു ശങ്കരൻ. ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ എന്ന ഗ്രന്ഥം രചിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി തായാട്ടു ശങ്കരൻ. 24. സൂക്ഷ്മ നിലവാര ബോധനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഓപ്ഷൻസ് റസൽ, റൂസോ, അലൻ, പിയാഷെ. സൂക്ഷ്മ നിലവാര ബോധനത്തിൻ്റെ ഉപജ്ഞാതാവ്. ആൻസർ ഓപ്ഷൻ സി അലൻ. 25. ബ്രൂണറുടെ കാഴ്ചപ്പാടിൽ കുട്ടികളുടെ ചിന്തന ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ ഊഹനഘട്ടം, ബി പ്രവർത്തനഘട്ടം,
സി ബിംബന ഘട്ടം, ഡി പ്രതിരൂപാത്മക ഘട്ടം. ബ്രൂണറുടെ കാഴ്ചപ്പാടിൽ കുട്ടികളുടെ ചിന്തന ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ആൻസർ ഓപ്ഷൻ എ ഊഹന ഘട്ടം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പാർട്ടിലെ 25 ചോദ്യങ്ങൾ. സൈക്കോളജി, ഫിലോസഫി, പെഡഗോജി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് 25 പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി സൈക്കോളജിയുടെ ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്, GK ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്. എല്ലാ ഭാഗങ്ങളും ഇനി അങ്ങോട്ടുള്ളതാണ് വരുന്നത്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, സീ യു അഗെയിൻ.